ഈ സിനിമ എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരു കലയാണ്. ആ ഒരു കല എന്താണ് കാണിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളും പലപ്പോഴും പലരും പറയാറുണ്ട്, സിനിമ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് സന്ദേശം നൽകുന്നതായിരിക്കണം. ഈ ഒരു സിനിമ എടുത്തതിൻ്റെ പേരിൽ ഈ പറയുന്ന നമ്മുടെ ഗുജറാത്ത് കലാപം, സത്യം പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി അറിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ സിനിമ വന്നതിന് ശേഷം എന്താണ് ഗുജറാത്ത് കലാപം, എന്താണ് ഗോദ്ര ട്രെയിൻ കത്തിക്കൽ എന്നൊക്കെ ഉള്ളത് ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയുണ്ടായി. എന്താണ് അതിനെപ്പറ്റി പഠിക്കാനും തയ്യാറായി. അത് നമ്മുടെ ഈ സിനിമ വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലേ? ഈ സിനിമയിൽ കൂടി വന്നതുകൊണ്ട് അറിയാൻ പറ്റി BJP എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ RSS സംഘപരിവാർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് കൊടുത്തിരുന്നു എന്നുള്ളത്. ഈ പ്രശ്നക്കാരനായിട്ടുള്ള ബജ്രംഗി എന്ന് പറയുന്നവൻ അവൻ പറയുകയുണ്ടായി, നമ്മുടെ കോടതി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 4-5 മുസ്ലിങ്ങളെ കൂടെ എനിക്ക് കൊല്ലാമായിരുന്നു. കോടതി ഇടപെട്ടു, ബാക്കിയുള്ളവരെ കൊല്ലാൻ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അന്നത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ആദരണീയനായ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് കേട്ടോ, നരേന്ദ്രമോദിജി. അദ്ദേഹം തന്നെയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. അപ്പോൾ ആ സമയങ്ങളിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി. പിന്നീട് അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. പിന്നീട് പ്രധാനമന്ത്രിയായി. പല